സോ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആപ്പിളിൻ്റെ അപ്കമിങ് മോഡലായിട്ടുള്ള ഐഫോൺ 17 സീരീസ്. സോ ഐഫോൺ 17 പ്രോ, 17 പ്രോ മാക്സ് ആൻഡ് ലൈനപ്പിലെ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ എവർ എന്ന പേരിൽ വരാൻ പോകുന്ന ഐഫോൺ എയർ എന്നാകാം മേ ബി നമുക്ക് വരാൻ പോകുന്ന അവസാനത്തെ ഫൈനൽ നെയിം. സോ റൂമേഴ്സും ലീക്സും എല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പേരിലാണ്. സോ അങ്ങനെ 4 മോഡൽസാണ് ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 9 ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം. സോ ഒരേ ഒരു ദിവസം കഴിഞ്ഞാൽ 9 ചൊവ്വാഴ്ച ആപ്പിളിൻ്റെ ഇവൻറ്റ് ഇന്ത്യൻ സമയം രാത്രി 10:30 ആപ്പിൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് ലൈവായിട്ട് നമുക്ക് ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാം. ഒപ്പം ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം എല്ലാ വർഷത്തെ പോലെ തന്നെ ഇതുപോലുള്ള ഇവൻറ്റുകൾ ലൈവ് റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു ഇവൻറ്റ് കാണാം, ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ 17 ലൈനപ്പിനെ പറ്റി അറിയാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാനവട്ട ലീക്സും റൂമേഴ്സുമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4 മോഡൽസാണ് ഇതിലുള്ളത്. അതിൽ ആദ്യത്തെ മോഡലായിട്ടുള്ള 17 തന്നെ നമുക്ക് തുടങ്ങാം. സോ 17 ബേസിക്കലി ഇപ്പോൾ ഉള്ള 16 തന്നെയാണ്. എക്സെപ്റ്റ് നിലവിലുള്ള 16 ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.1 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ പുതിയ 17 ബേസ് മോഡൽ 17 ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.3 ഇഞ്ചാണ്. അതായത് നിലവിലുള്ള ഐഫോൺ 16 പ്രോയിലുള്ള അതേ ഡിസ്പ്ലേ സൈസ് ആയിരിക്കും. ഇതിൽ യൂഷ്വലി നമ്മൾ കാണുന്ന വൈറ്റ് അല്ലെങ്കിൽ സിൽവർ, അതോടൊപ്പം ബ്ലാക്ക് കളറിനോടൊപ്പം തന്നെ അഡീഷണൽ 3 കളേഴ്സും വരുന്നുണ്ട്. അതാണ് ലൈറ്റ് ബ്ലൂ, പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് പർപ്പിൾ, അതോടൊപ്പം തന്നെ ലൈറ്റ് ഗ്രീൻ. ഇങ്ങനെ 3 അഡീഷണൽ കളേഴ്സാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആദ്യമായിട്ട് ബേസ് മോഡൽ ഐഫോണുകളിൽ ആപ്പിൾ ഈ ഒരു 17 സീരീസ് മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബാക്കിൽ വരുന്ന ക്യാമറകളുടെ കാര്യം പറയുമ്പോഴും പഴയ പോലെ തന്നെയാണ്. മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ സെൻസർ ആൻഡ് ദ അൾട്രാ വൈഡ് ക്യാമറ ദാറ്റ്സ് ഗോണ ബി 12 മെഗാ പിക്സൽ സെൻസർ. പക്ഷേ ഫ്രണ്ട് ഫേസിങ്ങിലേക്ക് വരുമ്പോൾ കളി മാറും. പുതിയൊരു 24 മെഗാ പിക്സലിൻ്റെ പുതിയ സെൻസറാണ് ആപ്പിൾ ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം. അതായത് 17 ലൈനപ്പിലെ 120 ഹെർട്സ് വരുന്ന പോലെ തന്നെ എല്ലാ ഡിവൈസിലും പുതിയ ഫ്രണ്ട് ഫേസിങ് 24 മെഗാ പിക്സൽ സെൻസറാണ് കൊടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നൈറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറേയും കൂടെ അധികം ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇൻറ്റേർണലി TSMCയുടെ 3 നാനോമീറ്റർ ഇപ്പോൾ ഉള്ള സെയിം ആർക്കിടെക്ചറിൽ വരുന്ന A19 എന്ന് പറഞ്ഞ പ്രോസസ്സറായിരിക്കും. അതോടൊപ്പം 8 GB RAM ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. 17 പ്രോ മോഡൽസിൽ വരുന്ന പോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും 17 വരാൻ പോകുന്നത്. 3500 അല്ലെങ്കിൽ 600 റേഞ്ചിനായിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എ സീൽഡ് ബാറ്ററി, അതായത് കേസിങ് വരുന്ന ബാറ്ററീസ് ആയിരിക്കും. ഡിവൈസ് പെട്ടെന്ന് ഹീറ്റ് ആകുന്നതൊക്കെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അവസാനം ഇതിൻ്റെ പ്രൈസ് ഇപ്പം നിലവിലുള്ള എന്ത് പ്രൈസാണോ, അതായത് 16 എന്ത് പ്രൈസിലാണോ വിൽക്കുന്നത് അതേ സെയിം പ്രൈസ് ആയിരിക്കും. യാതൊരു ചേഞ്ചും പ്രൈസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ദെൻ കംസ് ദ തിന്നസ്റ്റ് ഐഫോൺ, ദാറ്റ് ഈസ് ഐഫോൺ എയർ. സോ ഐഫോൺ എയർ എന്ന് പറയുന്നത് ആപ്പിൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു രീതിയിലായിരിക്കും. ഐഫോൺ എയർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കറണ്ട് ലൈനപ്പിലുള്ള പ്ലസ് മോഡലുകൾ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും ഈ ഒരു എയർ എന്ന് പറയുന്ന മോഡൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത സൈസ് വൈസ് നോക്കുമ്പം പ്ലസ് മോഡലിൻ്റെ സൈസും എന്നാൽ ഐഫോൺ 13 മിനിയുടെ വെയിറ്റുമായിരിക്കും ഇതിൽ വരുന്നത്. അതായത് അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ ഫീൽ ഗുഡ് ആയിരിക്കും. കാരണം ഇത്രയും സ്ലിം ആയിട്ടുള്ള ഫോണാണ്. നിലവിൽ പ്ലസ് മോഡലുകൾ അതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.7 ഇഞ്ചാണ്. അതായത് 16 പ്രോ മാക്സിൽ എന്താണോ സൈസ് വരുന്നത് അതേ സൈസ് തന്നെയാണ്. പക്ഷേ എയറിലേക്ക് വരുമ്പം അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. 6.7 എന്നുള്ളത് മാറി 6.6 ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് മാറാൻ പോകുന്നത്. കാരണം ഇത് തിന്നസ്റ്റ് ആകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡിമെൻഷൻസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് 6.6 എന്നുള്ള ആ ഒരു സൈസ് കീപ്പ് ചെയ്യുന്നത്. ഡിവൈസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.5 മില്ലിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡിസൈൻ വൈസ് ബാക്കിലേക്ക് വരുമ്പം ഒരൊറ്റ സിംഗിൾ ക്യാമറ ഡിവൈസ് ആയിരിക്കും ഐഫോൺ എയർ എന്ന് പറയുന്നത്. ഒരൊറ്റ സിംഗിൾ ലാർജ് 48 മെഗാ പിക്സലിൻ്റെ ഒരൊറ്റ സെൻസറെ അതിൽ കാണത്തുള്ളൂ. ഇൻറ്റേർണലി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A19 പ്രോസസ്സറായിരിക്കും. 8 GB RAM ആയിരിക്കും അതിൽ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുമ്പം ഹൈ ഡെൻസിറ്റി ബാറ്ററിയാണ് ഇതിൽ ആപ്പിൾ ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ആപ്പിളിൻ്റെ ഒരു ലൈനപ്പിലും ഇതുവരെ ഹൈ ഡെൻസിറ്റി ബാറ്ററി കൊടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് 3000 mAh വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും ഇതിൽ ലഭിക്കാൻ പോകുന്നത്. പവർ കൺസപ്ഷൻ വളരെയധികം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി A19 പ്രോസസ്സറിനോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ 16E കൊടുത്തിരിക്കുന്ന പോലെ C1 എന്ന് പറയുന്ന മോഡമായിരിക്കും ആപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന മോഡമായിരിക്കും ആപ്പിൾ 17 എയറിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ 25 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്
Qi2 സ്റ്റാൻഡേർഡ്സിൽ വരുന്ന വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 17 എയറിൽ വരുന്ന മറ്റൊരു പ്രത്യേകത, ഇതൊരു eSIM ഉള്ള ഡിവൈസ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതലും കാണുന്നത്. പ്രത്യേകിച്ച് US എന്നുള്ളത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ആപ്പിൾ eSIM മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റു കുറച്ച് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് ഈ വർഷം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എയർ എന്ന് പറയുന്ന ഡിവൈസിനെ പർട്ടിക്കുലർലി ഇത്രയും ചെറിയൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ സിം യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനുള്ള സ്പേസ് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മിക്കവാറും eSIM-നുള്ള ഓപ്ഷൻസ് ആയിരിക്കാം മിക്ക രാജ്യങ്ങളിലും വരാൻ പോകുന്ന ഒരു ചാൻസ് ഉള്ളത്. ആൻഡ് ഫൈനലി 17 Pro മോഡൽസ്. സോ 17 Pro ആൻഡ് 17 Pro Maxലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 6.3 ഇഞ്ചിൻ്റെ 17 Pro, അതോടൊപ്പം 6.7 ഇഞ്ചിൻ്റെ Pro Max, അതേ സിമിലർ ഡിസൈൻ, അതേ സെയിം ഫിസിക്കൽ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ വർഷവും. എക്സെപ്റ്റ് ബാക്കിൽ നോക്കുമ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുവാണ്. കാരണം കംപ്ലീറ്റ്ലി ആപ്പിൾ ഒന്ന് റീഡിസൈൻ ചെയ്യുവാണ് പ്രോ മോഡൽസിനെ. സോ ലുക്കിന് വേണ്ടി വെറുതെ ആപ്പിൾ ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നതല്ല, അതിന് പുറകിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ ഇതിൽ വരാൻ പോകുന്ന പുതിയ കളേഴ്സാണ്. ആപ്പിൾ യൂഷ്വലി ഉള്ള കളേഴ്സിനോടൊപ്പം തന്നെ ഒരു ഓറഞ്ച് ആൻഡ് നേവി ബ്ലൂ കളറാണ് പുതുതായിട്ട് അഡീഷണലി ആപ്പിൾ പ്രോ മോഡൽസിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഈ വർഷത്തെ കളേഴ്സിന് പുറമെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആപ്പിൾ ഇതിൻ്റെ ഷാസിയിൽ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷവും 15 and 16 ലൈനപ്പ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ പ്രോ മോഡൽസിൽ ആപ്പിൾ ടൈറ്റേനിയം ആയിരുന്നു അതിൻ്റെ ഷാസിയായിട്ട് കൊടുത്തിരുന്നത്. എന്നാൽ ഈ വർഷം ആപ്പിൾ അത് വീണ്ടും ബാക്ക് ടു അലുമിനിയത്തിലേക്ക് കൊണ്ടുവരുവാണ്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം, ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം. ഹീറ്റിനെ പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യും. കഴിഞ്ഞ വർഷം ആപ്പിൾ ടൈറ്റേനിയം ഷാസിയിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ കളേഴ്സ് ഇൻഫ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ന് പറഞ്ഞ പോലെ ഈ വർഷവും കളേർഡ് ആയിട്ടുള്ള അലുമിനിയം ഷാസി തന്നെയായിരിക്കും ഇവിടെയും സൈഡ്സിലും വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കളേർഡ് ആയിട്ടുള്ള ബട്ടൺസും ലഭിക്കുന്നതായിരിക്കും. 2 യൂണി ബോഡി അലുമിനിയം ഫ്രെയിം ആയിരിക്കും. അതായത് ഒരൊറ്റ സിംഗിൾ ഫ്രെയിമിലായിരിക്കും ഈ ഒരു ബാക്ക് പാനൽ സൈഡ് ഷാസിയും വരാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ ഒരു ഇമേജിൽ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം ക്യാമറ ബമ്പും ഈ ഒരു അലുമിനിയം ഫ്രെയിമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് എക്സ്ട്രാ ഗ്ലാസോ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വരുന്നത്. അത് ചിലപ്പം വരുമായിരിക്കും ഇതിൻ്റെ മുകളിലായിട്ട് മേളിലൊരു പാക്കിങ് പോലെ. പക്ഷേ ഈ ഒരു ക്യാമറ ബൾബ് ഉൾപ്പെടെ അലുമിനിയം ഷാസി അല്ലെങ്കിൽ ആ ഒരു പാക്കിങ്ങിനകത്താണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ലീക്സ് വീഡിയോസിൽ പലരും പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് ആപ്പിൾ ഒരു ഡിസൈന് വേണ്ടി വെറുതെ ഇത് ഇങ്ങനെ ക്യാമറയുടെ ബമ്പ് ഇവിടം വരെ സ്ട്രെച്ച് ചെയ്തേക്കുന്നത്, എന്ത് കാര്യത്തിനാണ്? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസൺ. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ക്യാമറയാണ്. കാരണം 3 ക്യാമറാസും ഇപ്പം 48 മെഗാപിക്സൽ സെൻസേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണ്. കഴിഞ്ഞ വർഷം വരെ നമുക്കറിയാം ഈ 2 അൾട്രാ വൈഡും 48 മെഗാപിക്സലാണ്. എന്നാൽ ടെലിഫോട്ടോ മാത്രമാണ് ഇപ്പോഴും 12 മെഗാപിക്സൽ ഉള്ളത്. ഈ വർഷം ടെലിഫോട്ടോയും 48 മെഗാപിക്സൽ സെൻസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ വെറുതെ 48 മെഗാപിക്സൽ സെൻസർ വരുന്നതുകൊണ്ട് സ്പേസ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയൊരു ലെൻസ് സിസ്റ്റമാണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നത്. ടെലിഫോട്ടോ ലെൻസിന്, അതായത് ഒപ്റ്റിക്കലി സൂം ചെയ്യുന്ന, അതായത് മൂവബിൾ ആയിട്ടുള്ള ലെൻസാണ് ആപ്പിൾ 17 പ്രോയിലും പ്രോ മാക്സിലും കൊണ്ടുവരാൻ പോകുന്നത്. അത് 8x സൂമിങ് റേഞ്ചുള്ള ഒപ്റ്റിക്കലി സൂം ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെൻസ് ആയിരിക്കും ആപ്പിൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പോരാ എന്നുണ്ടെങ്കിൽ ക്യാമറ ബമ്പ് വലിച്ചു നീട്ടുന്നതിൻ്റെ പുറകുള്ള മറ്റൊരു 3ാമത്തെ റീസൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സെല്ലുലാർ ബാറുകൾ. ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ ഫ്രെയിമിൻ്റെ സൈഡിൽ ഓരോ ബാർസുകൾ താഴെയും കാണാൻ സാധിക്കും, മുകളിലും ഒക്കെ കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ആൻറ്റിന ഗ്യാപ്പാണ്. ഇതാണ് ആൻറ്റിന. ഈ ആൻറ്റിനാസ് ഇപ്പം ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള പോലെ ക്യാമറ ബമ്പിൻ്റെ ആ ഒരു സ്പേസിൽ താഴെയായിട്ടായിരിക്കും ആപ്പിൾ 17 പ്രോ സീരീസിൽ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സിഗ്നൽ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരം വലിയ രീതിയിൽ ക്യാമറ ബമ്പുകൾ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന പ്രധാന മാറ്റം എന്നുള്ളത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ബാക്കിലെ വിശേഷങ്ങളാണ്, ബാക്കിലെ ഡിസൈനിൽ വരാൻ പോകുന്ന ചേഞ്ചുകളാണ്. എന്നാൽ ഫ്രണ്ടിലും കാര്യമായിട്ടുള്ള 2-3 ചേഞ്ചുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൈനാമിക് ഐലൻഡ് ആണ്. ഡൈനാമിക് ഐലൻഡ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഷ്രിങ്ക് ഡൗൺ ചെയ്യുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 20 to 25% ഡൈനാമിക് ഐലൻഡിൻ്റെ ആ ഒരു സൈസ് ഷ്രിങ്ക് ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ് ചെറുതാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഇപ്പോൾ ഉള്ള 16 പ്രോയും അതോടൊപ്പം തന്നെ CAD ഡിസൈനിൽ നിങ്ങൾക്ക് കാണാം ക്യാമറയും അതോടൊപ്പം ഡൈനാമിക് ഐലൻഡിൻ്റെ മറ്റൊരു പില്ലും കൂടെ വന്നിരിക്കുന്നതിൻ്റെ സൈസ്, ഫിസിക്കലി ഉള്ള സൈസിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. 2 ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ചാണ്. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആപ്പിൾ ഈ വർഷം
പ്രോ ലൈനപ്പിൽ 2 മോഡൽസിലും ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. സോ ഇപ്പം കറൻ്റ്ലി S25 മോഡൽസിൽ സാംസങ് കൊടുത്തിട്ടുണ്ട് അവരുടെ ഡിസ്പ്ലേയിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്. അതാകുമ്പോൾ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പം അധികം വെട്ടമടിച്ചാലും നമുക്ക് ഡിസ്ട്രാക്ഷൻ ആകുന്ന രീതിയിലുള്ള ആ റിഫ്ലക്ഷൻസിനെ കംപ്ലീറ്റ്ലി ഈ ഒരു കോട്ടിങ് വരുന്നതിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ആപ്പിൾ പ്രോ ലൈനപ്പിൽ 17 Pro, Pro Max ലൈനപ്പിൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. 3 ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പം 16 Pro Maxൻ്റെ സ്പീക്കേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനേക്കാൾ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു സ്പീക്കർ ആയിരിക്കും. ഇനി ബാക്കിലേക്ക് വരുമ്പം ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആയിരിക്കാം മേ ബി നമുക്ക് കാണാൻ പോകുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ യൂണി ബോഡി അലുമിനിയം ഫ്രെയിം വരുന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് വരുന്ന ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ ബമ്പിൻ്റെ താഴെയായിട്ടുള്ള ഏരിയയിലായിരിക്കും വരുന്നത്. വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്ലാസ് വേണം. അങ്ങനെ ഒരു സെപ്പറേഷൻ വരുന്നതുകൊണ്ട് തന്നെ അതിന് സൂട്ടബിൾ ആകുന്ന രീതിയിലായിരിക്കും ഇപ്പം നമ്മൾ കാണുന്ന ആപ്പിൾ ലോഗോ കുറച്ചും കൂടെ റീപൊസിഷൻ ചെയ്ത് താഴത്തേക്ക് ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. കാരണം മാക്സേഫിലും ആപ്പിൾ റീഡിസൈൻ കൊണ്ടുവരുന്നുണ്ട്. താഴത്തേക്കുള്ള ആ വാലൊക്കെ ആപ്പിൾ ഒഴിവാക്കും. അതിന് പകരം ഈ ഒരു ആപ്പിൾ ലോഗോ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് കട്ടിങ്ങോടെ ആയിരിക്കും മാക്സേഫ് ആപ്പിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ പവർ ചെയ്യുന്നത് TSMCയുടെ 3 നാനോമീറ്റർ ആർക്കിടെക്ചർ വരുന്ന A19 Pro എന്ന് പറയുന്ന ചിപ്പായിരിക്കും. അതിനോടൊപ്പം തന്നെ 12 GB റാമാണ് ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. കാരണം കൂടുതൽ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ആപ്പിൾ ഇൻ്റലിജൻസ് അതുപോലുള്ള ഫങ്ഷണാലിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു 12 GB റാം സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 12 GB റാം വരുന്നതുകൊണ്ട് തന്നെ ഗെയിമിങ് അതോടൊപ്പം ഓവറോൾ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ ബാറ്ററി സ്മൂത്ത് ആയിട്ട് തന്നെ ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലോങ് വിത്ത് G2 സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റർ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ആപ്പിൾ ഈ വർഷം മാക്സേഫിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് പല ലീക്സും റൂമേഴ്സും പോയിന്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ഗ്ലാസ് അലൈൻമെൻറ്റും അതോടൊപ്പം ഈ ഒരു ആപ്പിൾ ലോഗോ റീപൊസിഷനിങ്ങും മാക്സേഫിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നതിൻ്റെ സൂചന എന്ന് പറയുന്നത് റിവേഴ്സ് വയർലെസ് ചാർജിങ് ആപ്പിൾ ആദ്യമായിട്ട് iPhone 17 Pro മോഡൽസിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പം ആപ്പിൾ വാച്ചിന് എയർപോർട്ടിനൊന്നും ചാർജർ സെപ്പറേറ്റ്ലി എടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കേബിൾ ഉണ്ടെങ്കിൽ ഐഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളും ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബാറ്ററി 4800 mAh ഒരു ലാർജർ ബാറ്ററിയാണ്. ഇതിനെല്ലാം ഉപരി എന്നെ ഇതിനകത്ത് കൂടുതൽ അടുപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. ആപ്പിൾ കഴിഞ്ഞ വർഷം 16 ലൈനപ്പ് ഇറങ്ങിയപ്പം ഹീറ്റ് മാനേജ്മെൻറ്റ് ഗ്രാഫൈറ്റ് പാഡുകളൊക്കെ ഡിവൈസിലേക്ക് കൊണ്ടുവന്നായിരുന്നു. സോ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഡിവൈസ് ഓവർലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഗെയിം കളിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എഡിറ്റിങ് ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഡിവൈസിൽ നമ്മൾ ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്ന പോലെ ഈ ഒരു ക്യാമറയുടെ താഴെ അല്ലെങ്കിൽ മദർ ബോർഡിന് ചുറ്റുമായിട്ട് ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നത് അത് കുറേയധികം വ്യത്യാസം അല്ലെങ്കിൽ കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് തീർച്ചയായിട്ടും വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നതോടെ നമുക്ക് ഈ വർഷത്തെ 17 Pro ലൈനപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നോർമൽ മോഡൽസിൽ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. പക്ഷേ പ്രോ മോഡൽസിൽ 2ലും വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി പ്രൈസിങ് 17 Air സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം പ്ലസ് മോഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും. എന്നാൽ പ്രോ മോഡൽസിലേക്ക് വരുമ്പോൾ $50 ഒരു ഇൻക്രിമെൻറ്റ് പല ലീഗ്സിലും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രൈസിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ $50 ഒരു വ്യത്യാസമായിരിക്കാം മേ ബി വരാനുള്ള ചാൻസ് ഉള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ യാതൊരു പ്രൈസ് ഡിഫറൻസും ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാമാണ് ആപ്പിളിൻ്റെ പുതിയ 17 ലൈനപ്പിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. ദിസ് ഇസ് മിലൻ. Catch you guys next video. Until then, peace.